കണ്ണൂർ മുൻ ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, നേരത്തെ തന്നെ ഹൈക്കോടതി ആവശ്യം തള്ളിയപ്പോൾ അവർ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് അവർ ചൂണ്ടിക്കാട്ടുന്നത് എന്താണ്? അനുഷ, ഈ കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്ന്, അതായത് നേരത്തെ ഹൈക്കോടതിയിൽ ആ കുടുംബം എന്താണോ ആവശ്യപ്പെട്ടത് ആ ആവശ്യം മുൻനിർത്തി തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. CBI അന്വേഷണം ഈ വിഷയത്തിൽ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഭാര്യ മഞ്ജുഷയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ല, അതായത് സംസ്ഥാന പോലീസിന്മേൽ വിശ്വാസമില്ല. CBI അന്വേഷിച്ചാൽ മാത്രമേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വസ്തുത പുറത്തുവരൂ എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിനെ ഇതേ ആവശ്യത്തിൽ സമീപിച്ചിരുന്നു. അന്ന് സിംഗിൾ ബെഞ്ച് ആവശ്യം തള്ളുകയാണ് ചെയ്തത്. കാര്യം സംസ്ഥാനത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം അത് മതി എന്നൊരു നിലപാട് സിംഗിൾ ബെഞ്ച് സ്വീകരിച്ചു. അതിനുശേഷം സിംഗിൾ ബെഞ്ചിനെ ചോദ്യം ചെയ്ത് ഭാര്യ മഞ്ജുഷ ഡിവിഷൻ ബെഞ്ചിനെയും സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവെക്കുകയാണ് ഡിവിഷൻ ബെഞ്ചും ഉണ്ടായത്. അന്നും മഞ്ജുഷ ആവശ്യപ്പെട്ടത് ഇതിലൊരു CBI അന്വേഷണം വേണം. നിലവിലെ നടന്നത് കൊലപാതകമാണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിലടക്കം ചില വൈരുദ്ധ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം നടത്തിയാലേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുത പുറത്തുവരൂ എന്ന് ഡിവിഷൻ ബെഞ്ചിലും അതേ ആവശ്യം ഉന്നയിച്ചു. എന്തായാലും ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവെച്ചതോടുകൂടിയാണ് ഇപ്പോൾ കുടുംബം അതേ ആവശ്യം മുൻനിർത്തി ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അനുജ, ഇതിപ്പോൾ കോടതി ഈ കേസ് പരിഗണിക്കുന്നത് ഏത് ഘട്ടത്തിലാകും? എപ്പോൾ അടിയന്തരമായി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടോ അച്യുതൻ? അനുജ, ഒരു പക്ഷേ കോടതി ചേരുന്ന സമയത്ത് ഇത് അടിയന്തരമായി പരിഗണിക്കുന്നൊരു ആവശ്യം അഭിഭാഷകർ മുന്നോട്ട് വയ്ക്കും. എന്തായാലും അത് ആ ആവശ്യം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും എപ്പോഴത്തേക്കായിരിക്കും ലിസ്റ്റ് ചെയ്യുക എന്നത് ഉൾപ്പെടെ അറിയിക്കുക. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്.